മാക്സ് മെട്രോ സ്റ്റേഷൻ. നീ ഒരു ഞാൻ ഇവിടെ ഈ സൈഡിൽ ഇറക്കുവേ. പോലീസ് പോയിക്കോട്ടെ. ഞാൻ ഇവിടെ സൈഡിൽ ഇറക്കും. നീ ഇത് ക്രോസ് ചെയ്ത് ആ പെണ്ണ് പോയതുണ്ടോ, അതിനെ ക്രോസ് ചെയ്ത് മാക്സ് മെട്രോ. ഓക്കെ, എന്നിട്ട് ആൾക്കാരോട് ചോദിക്കുക. ഇറങ്ങിക്കോ. ഞാൻ എത്തുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണേ. വിളിക്കാം. ശരി, ബൈ. ഒന്നുമില്ലല്ലോ അവിടെ അല്ലേ? ശരി. തുടക്കം തന്നെ പാളി ഗൈസ്. കാര്യം ഞാനിന്ന് ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. നമ്മളിന്ന് ദുബായ് മോളിൽ പോവാണേ. ഒറ്റയ്ക്ക് മെട്രോ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. മെട്രോ ഇറങ്ങി ഏകദേശം ഒരു അരമണിക്കൂറത്തെ വോക്ക് ഉണ്ട് കേട്ടോ ദുബായ് മോളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇത് ദുബായ് പോലീസാണ്. അവരെനിക്കൊന്ന് പെട്രോളിങ്ങിന് ഇറങ്ങിയതാവണം. അപ്പോൾ ഭയങ്കര സ്വീറ്റ് ആൻഡ് പൊളൈറ്റായിട്ട് അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കളെ കയറ്റണോ, നിങ്ങൾക്ക് കയറണോ എന്ന് ചോദിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര സ്വീറ്റായിട്ട് തോന്നി കേട്ടോ. ഞാൻ കണ്ടതിൽ ഏറ്റവും പൊളൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പോലീസുകാരാട്ടോ ഇവിടുത്തെ. ഇങ്ങനെയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കൊള്ളാം. ദുബായ് മോളിൽ ഒറ്റയ്ക്ക് വരിക എന്ന് പറയുന്നത് തന്നെ എനിക്കിപ്പോൾ ഇതിപ്പോൾ എവിടെ നോക്കിയാൽ സംസാരിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ദുബായ് മോളിൽ ഒറ്റയ്ക്ക് വരണം എന്ന് പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നു വലിയൊരു ഡിസിഷനായിരുന്നു എന്ന് തോന്നുന്നു. കാരണം എന്താ അറിയോ, ഞാനിപ്പോൾ റൗണ്ട് ബോട്ട് പോലത്തെ ഒരു സാധനത്തിൻ്റെ നടുക്ക് വന്ന് നിൽക്കുക. ഈ 4 സൈഡിലും 4 വഴികളുണ്ട്. എനിക്കിത് വഴി പോയാൽ എവിടെ എത്തുമെന്നോ എങ്ങനെ തിരിച്ചു വരണമെന്നോ എനിക്കറിയത്തില്ല. ഇപ്പോൾ ബുർജ് ഖലീഫയുടെ അങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞു. ഇങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ഞാനിതിപ്പോൾ എങ്ങനെ വീട്ടിൽ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ എല്ലാം ഒരു ടോട്ടൽ മെസ്സാണ് ഗൈസ്. ഇപ്പോൾ ഓൾറെഡി 22 ആയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന്. പക്ഷെ അധികം ഇല്ലായിരുന്നു കേട്ടോ. കൊള്ളാമല്ലേ? കൊള്ളാം. ഇങ്ങനെ എല്ലാവരും ഒറ്റയ്ക്കൊക്കെ വന്ന് പഠിക്കണം. അപ്പോഴല്ലേ നമ്മൾ പഠിക്കത്തുള്ളൂ. എപ്പോഴും എല്ലാവരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂ. കൊള്ളാം. ഈ സോളോ അടിച്ച് നടക്കുന്നില്ലേ, നമുക്കിഷ്ടമുള്ളടുത്ത് ഇഷ്ടമുള്ള നേരം നിൽക്കാം. ഞാൻ എന്ന് ദുബായ് മോളിൽ വന്നിട്ടുണ്ടെങ്കിലേ ഇങ്ങനെ അറിയാവുന്നവരുടെ കൂടെ വന്നിട്ടുള്ളത്. അപ്പം അവർക്കറിയാമല്ലോ ഓൾറെഡി എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അങ്ങ് പോയാൽ മതി. ഇത് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്തൊക്കെ പോകാം. അപ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ഈ ബോട്ട്സാണ് കേട്ടോ. നമ്മളിപ്പോൾ ദുബായ് അക്വേറിയത്തിലാണ് പോകുന്നത്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള വാട്ടർ സസ്പെൻഡഡ് അക്വേറിയം വരുന്നത് ദുബായ് മോളിലാണ്. അതുമാത്രമല്ല 10 മില്യൺ ലിറ്റർ ആണ് കേട്ടോ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 33,000-ലധികം വാട്ടർ സ്പീഷ്യസ് അല്ലെങ്കിൽ വാട്ടർ ആനിമൽസും 140 ഡിഫറെൻറ്റ് സ്പീഷ്യസിലുള്ള ഫിഷസും വരുന്നത് ദുബായ് അക്വേറിയത്തിലാട്ടോ. കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പാസ് എടുക്കുകയാണെങ്കിൽ എയർബസിൻ്റെ A380 കോക്പിറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൽ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടി. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കയറിയില്ല. എൻ്റെ ബാക്കി കാണുന്ന സംഭവം ഉണ്ടോ ഇവിടെ, നമ്മൾ അവിടെ എവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ബുർജ് ഖലീഫ ആണെങ്കിൽ ബുർജ് ഖലീഫ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ നോക്കാം. ഈ ദുബായ് മോള് 13 മില്യൺ സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ വലിപ്പം. അതുമാത്രമല്ല 1200 ഇൻ്റർനാഷണൽ ബ്രാൻഡ് സ്റ്റോഴ്സും 200-ലധികം ഡൈനിങ് ഓപ്ഷൻസ് വരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം എന്തോരം വലിപ്പം ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്കിപ്പോൾ ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് പോകാൻ അല്ലെങ്കിൽ സ്റ്റോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നൊരു സ്ക്രീനാണ് കേട്ടോ ഇതിൽ നമ്മൾ എവിടെയാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ ബുർജ് ഖലീഫ ആണെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഡയറക്ഷൻസ് നമുക്ക് കാണിച്ചു തരും. അങ്ങനെയാണ് ഞാൻ ഇതും ബോർഡും വെച്ചിട്ടാണ് കുറേയൊക്കെ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തെടുത്തത് കേട്ടോ. ബുർജ് ഖലീഫ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് എസ്കലേറ്റർ താഴോട്ട് എടുത്തിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ സെഫോറയുടെ ക്രിസ്മസ് ട്രീ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ബുർജ് ഖലീഫയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമാണ്. ബുർജ് ഖലീഫ പോകണം. കാര്യം പുതിയ ഫൗണ്ടൻ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിലായിരുന്ന ടൈമിലാണ് പുതിയ ഫൗണ്ടൻ. ഞാൻ ഇവിടുന്ന് പോയ ടൈമിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന ടൈം അവർ ഓപ്പൺ ആക്കിയത്. അപ്പോൾ വന്നിട്ട് ഇതുവരെ പുതിയ ഫൗണ്ടൻ കണ്ടില്ല. അവരെന്തോ അഡ്വാൻസ് സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ മണിക്കൂറുകളുടെ വെയിറ്റിന് ശേഷം വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. നുള്ളിയിടാൻ സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ.
എല്ലാവരും എന്നെപ്പോലെ ചിന്തിച്ച് വന്നെന്ന് തോന്നുന്നു ഗൈസ്. കാര്യം 25-ാം തീയതി തിരക്കായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാൻ 22-ാം തീയതി വന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു 25-ാം തീയതി വന്നാൽ മതിയായിരുന്നു. ഇത്രയും തിരക്ക് എന്നാലും അന്നുണ്ടാവത്തില്ല. ഭയങ്കര തിരക്കായിരുന്നു. വരുന്ന വഴിക്കൊരു സാധനം കണ്ടേ, കാണിച്ചു തരാവേ. കൊള്ളാം. ഗൈസ്, ഇത് ക്രിസ്ത്യൻ ഡയോറിൻ്റെ ക്രിസ്മസ് ട്രീ ആണ് ദുബായ് മോളിൽ. കൊള്ളാം. ഇത് ഞാനിങ്ങനെ വീട്ടിൽ പോവും. എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിപ്പോൾ ഞാൻ വന്ന വഴിയല്ല, ഇത് വന്ന ഏരിയ അല്ല, ഇത് കോമഡി ആയിരിക്കും ഇതെന്തായാലും. വാഷ്റൂമിൽ പോവാം. വാഷ്റൂം കാണിച്ചു തരാം. വാഷ്റൂമിലും ലിഫ്റ്റും ഇതാണുകടെയാണോ? പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞത് എല്ലാ കൺഫ്യൂഷനാണത്. ഇത് വാഷ്റൂം അല്ല ഗൈസ്, പ്രയർ റൂമും പിള്ളേരുടെ ഡയപ്പർ റൂമും ആയിരുന്നു. എൻ്റെ പൊപ്പട. നമ്മൾ ദുബായ് മെട്രോ കണ്ടുപിടിച്ചിരിക്കുക കേട്ടോ. അയ്യോ, ഞാൻ ഇച്ചിരി ടെൻഷൻ അടിച്ചു പോയി. വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ ആംഗിളൊന്നും ശരിയായിട്ടില്ല. പേടിച്ച് എൻ്റെ ബാക്കിലുണ്ട് ദുബായ് മെട്രോ. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഇനി എനിക്ക് ടെൻഷനില്ല. ദുബായ് എടുത്ത് ഞാൻ മാക്സിൽ ഇറങ്ങും. മാക്സിൽ തന്നെ പിക്ക് ചെയ്യാൻ ആൾ വരും. സോ ഫൈനലി ആഫ്റ്റർ ലൈക്ക് ലോങ് വർക്ക് ഐ ഹാവ് റീച്ച്ഡ്. ഭയങ്കര തിരക്കായിരുന്നു. ബുർജ് ഖലീഫേൻ്റെ ആ ഒരു ഏരിയയിലും തിരക്കായിരുന്നു. പോകുന്ന വഴിക്കും തിരക്കായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ ഫുൾ തിരക്കായിരുന്നു. എനിക്ക് ഒരു തുള്ളി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവുക. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ്. ബൈ.